നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഭരണഘടനാ അധിക്ഷേപ പ്രസംഗത്തിൽ സജി ചെറിയാന് തിരിച്ചടി. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് പിൻവാതിലൂടെ വീണ്ടും മന്ത്രിയാക്കി നിയമിച്ച മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള മറുപടിയാണ് ഈ ഹൈക്കോടതിയുടെ വിധി. അതുകൊണ്ട് അടിയന്തരമായി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. രാജിയില്ലെന്ന് സജി ചെറിയാൻ. അടിസ്ഥാനത്ത് അന്വേഷിച്ച് വീണ്ടും റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വിഷയത്തിന്റെ ഫൈൻഡിങ്സിലേക്ക് പോകാത്തത്രയും കാലം ധാർമ്മികതയെ സംബന്ധിച്ചുള്ള വിഷയം. പാലക്കാട് കണക്ക് കൂട്ടലുകളിൽ മുന്നണികൾ. പോളിംഗ് ഇടിവിലും വിജയം അവകാശപ്പെട്ട് പാർട്ടികൾ. ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നില്ലെന്ന് നേതാക്കൾ. CPM-ഉമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ഫോൺ വിളിച്ചു. അപ്പൊ അവര് പറയുന്ന ഒരു മെജോറിറ്റിയിൽ പോലും നമ്മൾ പറയുന്ന മെജോറിറ്റി തന്നെയാണ് അവർ പറയുന്നത്. ചിഹ്നം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആശങ്കപ്പെടും അവരെന്ന് തിരിച്ചൊന്ന് പറഞ്ഞാൽ ഒരാൾ പോലും അങ്ങനെ പ്രതികരിച്ചില്ല. കണ്ണാടിയിൽ മാത്രമല്ല നമ്മളത് പ്രത്യേക നിർദ്ദേശം കൊടുത്തിരുന്നു. ഏതെങ്കിലും അമ്മമാർ തിരിച്ചു വന്ന് ചിഹ്നം കണ്ടില്ല, ഞാനതുകൊണ്ട് ചെയ്യാതെ വന്നു, അല്ലെങ്കിൽ ഞാൻ എവിടെയോ ചെയ്തു എന്നുള്ള അങ്ങനെ ഒരു ആൾ പോലും ഇല്ല. ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായിട്ട് ലഭിക്കാനും അതോടൊപ്പം തന്നെ രണ്ട് മുന്നണികൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കേണ്ട പഞ്ചായത്തുകളിൽ അവർ പുറകിൽ പോളിംഗ് ശതമാനത്തിൽ വന്ന് കുറവും അത് രണ്ട് മുന്നണികളെയും ബാധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക UDF-നെയാണ്. വയനാടിന് കേന്ദ്ര സഹായം വാങ്ങിയെടുക്കാൻ ഒന്നിച്ചു നിൽക്കാൻ MP-മാരോട് മുഖ്യമന്ത്രി. സംസ്ഥാനത്തോട് കടുത്ത അവഗണനയെന്നും പിണറായി. മറന്നോ വയനാടിനെ ന്യൂസ് 18 പരമ്പര തുടരുന്നു. ബാങ്ക് വായ്പയുള്ളവർക്ക് മൊറട്ടോറിയം ആശ്വാസമാവില്ല. പ്രശ്നപരിഹാരം സങ്കീർണം. അദാനിക്ക് അമേരിക്കയിൽ കുരുക്കായി കോഴക്കേസിൽ കുറ്റപത്രം. സൗരോർജ്ജ വിതരണ കരാറുകൾ നേടാൻ കൈക്കൂലി നൽകി. അദാനിയെ സംരക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയെന്ന് രാഹുൽ ഗാന്ധി. JPC അന്വേഷണം വേണമെന്ന ആവശ്യം. സീപ്ലെയിനിൽ CPM-ഉം CPI-യും നേർക്കുനേർ. ടൂറിസം വകുപ്പിനെ ലക്ഷ്യമിട്ട് TJ ആഞ്ചലോസ്. പദ്ധതി ലാഭകരമാകില്ല എന്നത് മറച്ചുവെച്ച് ജനയുഗത്തിൽ ലേഖനം. സെക്രട്ടേറിയറ്റിൽ ശുചിമുറിയിലെ ക്ലോസറ്റ് പൊട്ടി വീണു. ഉദ്യോഗസ്ഥയ്ക്ക് ഗുരുതര പരുക്ക്. ജീവനക്കാരി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിൽ പ്രതിഷേധം കനക്കുന്നു. കോളേജിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. മരണത്തിൽ ദുരൂഹത ആവർത്തിച്ച് സഹോദരൻ. നടൻ മേഘനാഥിന് വിട. അന്ത്യം ഇന്ന് രാവിലെ കോഴിക്കോട്ടെ ആശുപത്രിയിൽ. വില്ലൻ വേഷങ്ങളെ അനശ്വരമാക്കിയ നടൻ. വാർത്തയിലേക്ക് വിശദമായി. സജി ചെറിയാന് തിരിച്ചടി. ഭരണഘടനയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ മന്ത്രി സജി ചെറിയാനെതിരായ കേസ് വീണ്ടും അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ഭരണഘടനയെ അപമാനിക്കാനുള്ള ഉദ്ദേശമില്ലായിരുന്നു എന്ന വാദം ഹൈക്കോടതി തള്ളി. രാജിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം സജി ചെറിയാനും തള്ളി. കേസ് അന്വേഷണം അവസാനിപ്പിച്ച് സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലത്തിന് കാത്തുനിൽക്കാതെ കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നെന്നും പ്രസംഗ സ്ഥലത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരുടെ മൊഴി എടുത്തിട്ടില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. കേസ് അന്വേഷണം അവസാനിപ്പിച്ച മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് നിയമപരമല്ല. ദൃശ്യങ്ങളിലൂടെ സജി ചെറിയാന്റെ പ്രസ്താവന വ്യക്തം. ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവന. കേസ് അന്വേഷണത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ടുകൂടിയാണ് ഹൈക്കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മന്ത്രിയെ വെള്ളപൂശിയുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട്. ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം CBI അന്വേഷണം വേണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം കോടതി തള്ളി. ഇതേ കേസിൽ മുമ്പ് കോടതി കേസെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ച സജി ചെറിയാൻ ഇത്തവണ അതിന് തയ്യാറല്ല എന്ന നിലപാടിലാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പഠിച്ച്
അന്വേഷണത്തെ സംബന്ധിച്ചാണ് കോടതി പറഞ്ഞത്. ഏത് ഭാഗത്താണ് പോലീസ് അന്വേഷണത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഞാനത് വായിച്ചിട്ടില്ല. ആ അടിസ്ഥാനത്തിൽ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് വീണ്ടും റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വിഷയത്തിന്റെ ഫൈൻഡിങ്സിലേക്ക് പോകാത്തത്രയും കാലം ധാർമ്മികതയെ സംബന്ധിച്ചുള്ള വിഷയമില്ല. അന്ന് ധാർമ്മികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ രാജിവെച്ചു. ആ ധാർമ്മികമായ ഉത്തരവാദിത്തം കഴിഞ്ഞു. അതിനുശേഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ച് മന്ത്രിയായി. എന്റെ പ്രസംഗത്തിന്റെ ഭാഗത്തേക്കുള്ള ഫൈൻഡിങ്സിലേക്ക് ഇതൊരു കോടതി വന്നിട്ടില്ല. കോടതിയുടെ വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പുനരന്വേഷണം നടക്കട്ടെ. അതിന് ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ. ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോടതിയെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാൻ സാധിക്കുന്ന നിലപാട്. എന്താണെന്നുള്ളത് നിയമവിദഗ്ധന്മാരുമായി ആലോചിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. പ്രതീക്ഷിച്ചതുപോലെ പ്രതിപക്ഷം മന്ത്രിയുടെ രാജി ആവശ്യവുമായി രംഗത്തുണ്ട്. പ്രഥമ ദൃഷ്ട്യാൽ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വ്യക്തമാണ്. അപ്പോൾ പിൻവാതിലൂടെ ആദ്യം രാജിവെച്ച സജി ചെറിയാനെ പിൻവാതിലൂടെ വീണ്ടും മന്ത്രിയാക്കി നിയമിച്ച മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള മറുപടിയാണ് ഈ ഹൈക്കോടതിയുടെ വിധി. അതുകൊണ്ട് അടിയന്തിരമായി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. കാരണം ഒരു അന്വേഷണം നടന്നപ്പോൾ നേരത്തെ മന്ത്രിക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അല്ല, അദ്ദേഹം പറഞ്ഞ കാരണം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അന്വേഷണം ഉള്ളത് കൊണ്ട് ഞാൻ മന്ത്രിയായിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം രാജിവെച്ചത്. സെയിം സിറ്റുവേഷൻ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ കേസിൽ സുതാര്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. നേരത്തെയും നടന്നിട്ടുള്ളത് ഈ കേസിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടും കേരള പോലീസ് ഈ കേസിൽ സജി ചെറിയാൻ അനുകൂലമായി നിന്നുകൊണ്ട് കേസ് തേച്ചുമാച്ച് കളയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കി നൽകിയത്. അങ്ങനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേസ് തേച്ചുമാച്ച് കളയുന്ന സ്ഥിതി, ആ സ്ഥിതി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഹൈക്കോടതി പ്രത്യേകം താൽപര്യമെടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആദ്യമായി കിട്ടിയ മന്ത്രിസ്ഥാനത്ത് ഒരു വർഷം തികയ്ക്കും മുൻപ് രാജിവെക്കേണ്ടി വന്ന നേതാവാണ് സജി ചെറിയാൻ. വാവിട്ട വാക്കുകളാണ് സജി ചെറിയാന് വിനയായത്. പോലീസ് ക്ലീൻ ചിറ്റിന്റെ ബലത്തിൽ 6 മാസത്തിനു ശേഷം മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങി വന്നു. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സജി ചെറിയാന്റെ രാജി ആവശ്യം വീണ്ടും ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. 2022 ജൂലൈ 3 പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ CPM ഏരിയ കമ്മിറ്റി നടത്തിയ പരിപാടിയിൽ സജി ചെറിയാന്റെ പ്രസംഗം. ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ സൈദ്ധാന്തിക വിഷയങ്ങളൊന്നും പറയുന്ന നേതാവല്ല സജി ചെറിയാൻ. സാധാരണ ജനങ്ങളുടെ ഭാഷയിലാണ് പ്രസംഗവും. പക്ഷേ അന്ന് കൈവിട്ടുപോയി. വിഷയം ഭരണഘടനയായതിനാൽ വിവാദവും കേസുമായി. രാജി ആവശ്യം ഉയർന്നു. തൊഴിലാളി അവകാശങ്ങളാണ് പറഞ്ഞത്. ഭരണഘടനയെ ബഹുമാനിക്കുന്ന ആളാണ് തുടങ്ങിയ ന്യായീകരണങ്ങളൊന്നും ഏശിയില്ല. കേസായതോടെ രാജിവെക്കാൻ പാർട്ടി നിർദ്ദേശിച്ചു. 2021 മെയ് 20 മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സജി ചെറിയാൻ 2022 ജൂലൈ 6 മന്ത്രിസ്ഥാനം രാജിവെച്ചു. പ്രസംഗത്തിൽ മനഃപൂർവ്വം ഭരണഘടനയെ അവഹേളിക്കാൻ സജി ചെറിയാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പോലീസ് കണ്ടെത്തി. കേസ് അവസാനിപ്പിക്കാൻ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. പോലീസിന്റെ ക്ലീൻ ചിറ്റ് കിട്ടിയതോടെ കോടതി തീർപ്പിന് മുമ്പ് സജി ചെറിയാനെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചു. ധാർമ്മികതയുടെ പേരിലായിരുന്നു രാജിയെന്നും തെറ്റുകാരനല്ലെന്ന് കണ്ടെത്തിയതിനാൽ തിരിച്ചെടുക്കുന്നു എന്നുമായിരുന്നു CPM വിശദീകരണം. രാജിവെച്ച 182 ദിവസം 2023 ജനുവരി 4 സജി ചെറിയാൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിയാക്കാനുള്ള ശുപാർശ അംഗീകരിക്കാൻ ആദ്യം മടിച്ച ഗവർണർ ഭാവിയിൽ ഈ വിഷയത്തിൽ തിരിച്ചടിയുണ്ടായാൽ ഉത്തരവാദിത്വം സർക്കാരിനാവും എന്നറിയിച്ചാണ് സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. കൂട്ടിക്കിഴച്ച് ആത്മവിശ്വാസത്തോടെ മുന്നണികൾ. പോളിംഗ് ശതമാനം കുറഞ്ഞത് അമ്പരപ്പുണ്ടാക്കുന്നുണ്ടെങ്കിലും പാലക്കാട് മുന്നണി നേതൃത്വങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സ്വന്തം ശക്തി മേഖലകളിലെ വോട്ടുകൾ പരമാവധി പെട്ടിയിലാക്കിയെന്ന് കരുതുമ്പോഴും അടിയൊഴുക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നണി നേതൃത്വങ്ങൾ തള്ളിക്കളയുന്നില്ല.
നാടിളക്കിയുള്ള പ്രചരണം വോട്ടിംഗ് ശതമാനത്തിൽ പ്രതിഫലിച്ചില്ല എന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കും. 75% അതിന് മുകളിലോ ആണ് പോളിംഗ് പ്രതീക്ഷിച്ചത്. എന്നാൽ 5% പോളിംഗ് കുറഞ്ഞു. സ്വന്തം വോട്ടുകളെല്ലാം പെട്ടിയിലെന്ന് കരുതുമ്പോഴും പോളിംഗ് കുറഞ്ഞത് കണക്കെടുപ്പ് പ്രവചനാതീതമാക്കുന്നു. ഗ്രാമമേഖലകളേക്കാൾ നഗരസഭാ പരിധിയിൽ വോട്ടിംഗിൽ കുറവ് രേഖപ്പെടുത്തി. വമ്പൻ തെരഞ്ഞെടുപ്പ് പ്രചരണം പോളിംഗ് ശതമാനം വർദ്ധിപ്പിച്ചില്ല. വോട്ടെടുപ്പ് തീയതി നീട്ടിവെച്ചത് കൽപ്പാത്തിയിൽ വോട്ടിംഗിൽ പ്രകടമായില്ല. കണ്ണാടി പഞ്ചായത്തിൽ പൊതുശരാശരിയേക്കാൾ 3% അധിക വോട്ടുകൾ കുറഞ്ഞു. 3 മുന്നണികളുടെയും കണക്കുകൾ ഇങ്ങനെയാണ്. മണ്ഡലത്തിലെല്ലാം അനുകൂല ഘടകങ്ങളാണെന്ന് UDF കണക്കുകൂട്ടുന്നു. ഭൂരിപക്ഷം 10,000 വരെ ഉയർന്നേക്കാം. ന്യൂനപക്ഷ ഏകീകരണമുണ്ടായി. സരിന് എതിർചേരിയിൽ സ്വീകാര്യത കിട്ടിയില്ല. BJP വോട്ടുകളിൽ പിളർപ്പുണ്ടായി. ഇതൊക്കെയാണ് UDFന്റെ കണക്കുകൂട്ടൽ. ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കരുതുന്ന BJP ഇടതുമുന്നണി രണ്ടാമതെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകളിൽ പിളർപ്പുണ്ടായി. സന്ദീപ് വാര്യർ UDFിലെത്തിയത് ഗുണം ചെയ്തു. നഗരത്തിലെ ശക്തി മേഖലകളിൽ കനത്ത പോളിംഗ്. ഇതൊക്കെയാണ് BJPയുടെ ആത്മവിശ്വാസം. വിജയത്തിനടുത്തെത്തിയ പ്രകടനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നത് ഇടതുമുന്നണിയുടെ പ്രതീക്ഷയാണ്. രണ്ടാമതെത്തുമെന്ന് ഉറപ്പ്. സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത വർദ്ധിച്ചാൽ ഒരുപക്ഷെ വിജയിച്ചേക്കാം. 10,000 വോട്ടുകൾ അധികമായി സമാഹരിക്കും. BJP മൂന്നാമതെത്തുമെന്നും ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു. നാടിളക്കിയുള്ള പ്രചരണം നടത്തിയിട്ടും ഇത് പോളിംഗിൽ പ്രതിഫലിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കും. ഇരട്ട വോട്ട് വിവാദം പോളിംഗിൽ പ്രതിഫലിച്ചതായി കാണാനാവുന്നില്ല. ഫലത്തിൽ അവകാശവാദങ്ങൾക്കപ്പുറം പ്രവചനാതീതമാണ് പാലക്കാടിന്റെ രാഷ്ട്രീയമെന്നുറപ്പ്. ന്യൂസ് 18 പാലക്കാട്. CPM അനുഭാവികളുടെ വോട്ടും BJPയിലെ അസംതൃപ്തരുടെ വോട്ടും ലഭിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. UDF ക്യാമ്പിൽ വോട്ട് ചോർച്ചയുണ്ടാകുമെന്നും അത് അനുകൂലമാകുമെന്നുമാണ് സരിന്റെ കണക്കുകൂട്ടൽ. പോളിംഗ് ശതമാനത്തിലെ കുറവ് LDFനും UDFനും തിരിച്ചടിയാകുമെന്ന് C കൃഷ്ണകുമാർ പറഞ്ഞു. പോൾ ചെയ്തതിൽ പകുതി വോട്ട് എന്തായാലും നമ്മളിലേക്ക് വരുമെന്നാണ്. പകുതി വോട്ട് വന്നില്ലെങ്കിൽ പോലും കംഫർട്ടബിളായി ജയിക്കാനുള്ള വോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. LDFന് കൃത്യമായി കിട്ടേണ്ട രാഷ്ട്രീയ വോട്ടുകൾ 40,000 ആണ് എന്നുള്ള അസസ്മെന്റ് ഉണ്ടായിരുന്നു. 40,000 സേഫ് രാഷ്ട്രീയ വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര ചിഹ്നത്തിലാണെങ്കിൽ പോലും കൃത്യമായി അമ്മമാരും പ്രായമേറിയവരും ഏറെയുള്ള വോട്ടർമാരുടെ ബേസാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വോട്ട് എന്ന് പറയുന്നത്. അവരൊക്കെ സന്തോഷത്തോടെ, എന്റെ പേടി അവിടെയായിരുന്നു. ചിഹ്നം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആശങ്കപ്പെടും അവരെന്ന് തിരിച്ചെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും അങ്ങനെ പ്രതികരിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിരുന്നു ബൂത്ത് അടിസ്ഥാനത്തിൽ. ആ ലിസ്റ്റ് അനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തകർ, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ പോളിംഗ് നടത്തി ആ വോട്ടുകൾ പരമാവധി പോളിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. അതിൽ ഞങ്ങൾ 100% വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായിട്ട് ലഭിക്കാനും അതോടൊപ്പം തന്നെ 2 മുന്നണികൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കേണ്ട പഞ്ചായത്തുകളിൽ അവർ പുറകിൽ പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവും അത് 2 മുന്നണികളെയും ബാധിക്കും. LDF സെന്റിമെന്റേഴ്സിന്റെ വോട്ട് ഉറപ്പായിട്ട് കിട്ടും. CPMുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ഫോൺ വിളിച്ചു. അപ്പൊ അവര് പറയുന്ന ഒരു മെജോറിറ്റിയിൽ പോലും നമ്മൾ പറയുന്ന മെജോറിറ്റി തന്നെയാണ് അവർ പറയുന്നത്. മാത്തൂരിൽ ഇത്തവണ UDFന് അനുകൂലമായിട്ടുള്ള ഒരു നല്ല വേവ് ഉണ്ടായി. ശ്രീ സന്ദീപിന്റെ അടക്കമുള്ള BJPയിൽ നിന്ന് ഒരാൾ വരുന്നതിന്റെ സ്വാഭാവികമായ ഗുണം, BJP വിട്ടൊരാൾ കോൺഗ്രസിലേക്ക് വരുന്നതിന്റെ സ്വാഭാവികമായ ഗുണം സെക്കുലർ ഫോഴ്സിനുടെ ഉണ്ടാകും. ഷാഫിക്ക് 2021 ലഭിച്ച ഭൂരിപക്ഷത്തെക്കാളും 2024 എനിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാളും അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാളും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാളും നല്ല ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഈ അവസാന കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞാൻ 12,000-നും 15,000-നും ഇടയിലുള്ള ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. ഒരു സർവകാല റെക്കോർഡ് UDF സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലുണ്ടാകും. പാലക്കാട് പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നതെങ്കിൽ മഹാരാഷ്ട്രയിൽ ഉയർന്ന പോളിംഗാണ് മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റുന്നത്. 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. ഉയർന്ന പോളിംഗ് അനുകൂലമാണെന്ന് പുറമേക്ക് അവകാശപ്പെടുമ്പോഴും നേതാക്കളുടെ ഉള്ളിലെ ആശങ്ക കടുത്തതാണ്. പുറത്തു വന്ന കണക്കനുസരിച്ച് 65.1% പോളിംഗ്. ഇതോ ഇത്ര വലിയ കണക്കെന്ന് സംശയം 70% മേൽ പോളിംഗ് പതിവായ കേരളീയർക്കുണ്ടാകാം. എന്നാൽ മഹാരാഷ്ട്രയിൽ 1995 ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണിത്. പതിറ്റാണ്ടുകൾ നീണ്ട കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ച് ശിവസേന BJP സഖ്യത്തിന് ആദ്യമായി മിന്നും ജയം നൽകിയ 1995 മാത്രമാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലെത്തിയത്. അന്ന് 71.69% ജനങ്ങൾ വഹിച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61.39%,
2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 61.4% പോളിംഗ്. 7 മാസത്തിനിടയിൽ നടക്കുന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പായിട്ടും വോട്ട് ചെയ്തവരുടെ എണ്ണം ഇത്തവണ കൂടി. 4% പേരാണ് ഇക്കുറി അധികമായി വോട്ട് ചെയ്തത്. എല്ലാ പാർട്ടികളുടെയും പരമ്പരാഗത ശക്തി മേഖലകളിൽ ഏറിയും കുറഞ്ഞും വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി മറികടക്കാനായി പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ BJPക്കൊപ്പം RSSും നടത്തിയ താഴെത്തട്ടിലെ പ്രവർത്തനമാണ് വോട്ടിംഗ് ശതമാനം ഉയർത്തിയതെന്നാണ് BJP വാദം. എന്നാൽ മഹാവികാസ് അഘാഡിക്ക് അനുകൂലമായ വലിയ തരംഗമാണ് വോട്ടിംഗ് ശതമാനം ഉയർത്തിയതെന്ന് മറുപക്ഷവും വാദിക്കുന്നു. मुझे ऐसा लगता है कि जब जब वोटिंग परसेंटेज बढ़ता है तो बीजेपी को ही उसका फायदा होता है. तो मैं ऐसा मानता हूं कि निश्चित रूप से ये जो बढ़ा हुआ वोटिंग परसेंटेज है ये बीजेपी और हमारे अलायंस के लिए, महायुति के लिए ये फायदा हमको देगा और इसका फायदा हमको होगा. कांग्रेस की लीडरशिप में ही सरकार महाविकास आघाड़ी की बनेगी. जो मतदान का जो रुझान आ रहा है, कॉल आ रहा है, जो लोग मतदान के लिए जा रहे हैं, तो उसके आधार पर राज्य में कांग्रेस की सबसे ज्यादा कैंडिडेट चुन के आएंगे. महाविकास आघाड़ी की सरकार आएंगी, इसमें कोई दो मत नहीं है. എക്സിറ്റ് പോൾ ഫലങ്ങൾ പൊതുവെ മഹായുതിക്ക് മേൽക്കൈ നൽകുന്നുണ്ടെങ്കിലും ഇരു മുന്നണികളും തമ്മിലുള്ള സീറ്റ് വ്യത്യാസം ചെറുതാണ്. ശനിയാഴ്ച വോട്ടെണ്ണൽ കഴിയുമ്പോൾ സർക്കാർ രൂപീകരണത്തിനുള്ള വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് പരസ്യമായി ഇരു മുന്നണികളും പങ്കുവയ്ക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. സെക്രട്ടേറിയറ്റിൽ ശുചിമുറിയിലെ ക്ലോസറ്റ് പൊട്ടിവീണ് ഉദ്യോഗസ്ഥയ്ക്ക് ഗുരുതര പരിക്ക്. സെക്രട്ടേറിയറ്റ് അനക്സ് 1 ക്ലോസറ്റാണ് പൊട്ടിവീണത്. തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥയ്ക്കാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഈ ഉദ്യോഗസ്ഥരുടെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്താണ്? രേണുക, ഇന്ന് ഉച്ചയോടെയായിരുന്നു സെക്രട്ടേറിയറ്റിലെ സംഭവം. അനക്സ് 1 ഈ അപകടം സംഭവിച്ചത്. ഉച്ചയ്ക്ക് ശുചിമുറിയിൽ പോകുമ്പോഴായിരുന്നു അപകടം. വനിതാ ജീവനക്കാരിയാണ്. ഈ ക്ലോസറ്റ് യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. ഇത് പൊട്ടി വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 9 തുന്നിക്കെട്ടുണ്ട്. പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രി കിംസ് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട്. താരതമ്യേന പുതിയ മന്ദിരങ്ങളാണ്. പഴയ സെക്രട്ടേറിയറ്റ് നിലനിന്നപ്പോൾ തന്നെ നിർമ്മിച്ചതാണ് ഈ അനക്സ് 1ഉം 2ഉമായിട്ടുള്ള 2 മന്ദിരങ്ങൾ. ഇവിടെ നിരവധി മന്ത്രിമാരുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഒരു സെക്ഷനിൽ പ്രവർത്തിച്ചിരുന്ന ജീവനക്കാരിക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. രേണുക, ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമോ ഈ കാര്യത്തിൽ? എന്താണ് വീഴ്ച എന്ന് സംബന്ധിച്ച്? ഇതുവരെ അത്തരത്തിലുള്ള ഒരു അറിയിപ്പും വന്നിട്ടില്ല. താരതമ്യേന നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങളാണ്. പഴയ സെക്രട്ടേറിയറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ മന്ദിരങ്ങളാണ്. എങ്ങനെയാണ് ഇത് തകർന്നു വീണതിന്റെ ഗുണനിലവാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും സെക്രട്ടേറിയറ്റിൽ നേരത്തെയൊക്കെ ഇങ്ങനെ ചില സംഭവങ്ങൾ, അതായത് തീപിടുത്തം പോലെ, ഷോർട്ട് സർക്യൂട്ട് പോലുള്ള സംഭവങ്ങൾ, അത് വയറിംഗിന്റെ ഒക്കെ പ്രശ്നം പഴയ കെട്ടിടത്തിലാണ് സംഭവിക്കുന്നത്. പുതിയ കെട്ടിടങ്ങളിൽ ഇതുവരെ എന്തെങ്കിലും തകരാറുകളോ മറ്റു പ്രശ്നങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ അനക്സ് 1 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. ഇതാണ് പൊട്ടി വീണത്. ആ സമയത്ത് ജീവനക്കാരിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെ ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. 9 തുന്നിക്കെട്ടലുകളുണ്ട്. പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് അവരെ കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. സീപ്ലേറ്റ് പദ്ധതിയിൽ ടൂറിസം വകുപ്പിനെതിരെ വിമർശനവുമായി CPI മുഖപത്രം ജനയുഗം. പദ്ധതി ലാഭകരമല്ലെന്ന കാര്യം മറച്ചുവെച്ച് ടൂറിസം മേഖലയുടെ സ്വപ്നങ്ങൾ ലക്ഷ്യം കാണുന്നുവെന്ന് ചിലർ പ്രചരിപ്പിക്കുകയാണ്. മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കിയ പാവപ്പെട്ടവരുടെ താൽപര്യം കൂടി പരിഗണിക്കണമെന്നും CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കൂടിയായ TJ ആഞ്ചലോസ് എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം CPI നാടിന്റെ പുരോഗതിയെ എതിർക്കുന്നുവെന്നും പദ്ധതി ആലപ്പുഴയിൽ നടപ്പിലാക്കുക എന്നതാണ് പാർട്ടി നിലപാടെന്നും CPM ജില്ലാ സെക്രട്ടറി R നാസർ തുറന്നടിച്ചു. ആഞ്ചലോസിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും R നാസർ ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സീപ്ലെയിൻ പദ്ധതിയെ ഉദ്ഘാടന ദിവസം മുതൽ എതിർത്ത CPI ഒരു പടി കൂടി കടന്ന് പാർട്ടി മുഖപത്രമായ ജനയുഗത്തിലൂടെ സർക്കാർ പദ്ധതി ലാഭകരമല്ലെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ച് മത്സ്യത്തൊഴിലാളികളെ കബളിപ്പിക്കുകയാണെന്ന് തുറന്നടിച്ചു.
വനപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ടൂറിസം കേന്ദ്രങ്ങളിൽ പദ്ധതി തുടങ്ങുന്നതിന് എതിർപ്പില്ല. കായലുകളിൽ സീപ്ലെയിൻ ഇറക്കുന്നതിനെയാണ് തൊഴിലാളി സംഘടനകൾ എതിർത്തത്. ആ നിലപാടിൽ മാറ്റമില്ലെന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി ജി ആഞ്ചലോസ് ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. സാർവദേശീയ മത്സ്യത്തൊഴിലാളി ദിനമായ ഇന്ന് പദ്ധതിക്കെതിരെ ഫിഷർമാൻ കോർഡിനേഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് മത്സ്യത്തൊഴിലാളികൾ ഒപ്പിട്ട ഭീമഹർജി സമർപ്പിക്കാനിരിക്കെയാണ് മുന്നണിയിലെ തന്നെ പ്രമുഖ കക്ഷിയുടെ പാർട്ടി പത്രത്തിലൂടെയുള്ള വിമർശനം. എന്നാൽ വിഷയത്തിൽ ആഞ്ചലോസിന് മറുപടിയുമായി CPM രംഗത്തെത്തി. പദ്ധതിയെ എതിർക്കുന്ന CPI നാടിന്റെ വികസനത്തിനെതിരാണെന്നും ആലപ്പുഴയിൽ സീപ്ലെയിൻ ഇറക്കുമെന്നും ജില്ലാ സെക്രട്ടറി R നാസർ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. ഇതോടെ മുന്നണിയിലെ 2 പ്രമുഖ പാർട്ടികളുടെ ജില്ലാ സെക്രട്ടറിമാർ സ്വന്തം സർക്കാരിന്റെ പദ്ധതിയെ ചൊല്ലി നേർക്കുനേർ പോരിലേക്കെത്തി. CPM നിലപാട് സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കണമെന്ന് തന്നെയാണ്. ആലപ്പുഴയിലെ ടൂറിസം നല്ല രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് നല്ല രൂപത്തിലേക്ക് നമ്മുടെ കായൽ ടൂറിസവും അതുപോലെ കടൽ ടൂറിസവും എല്ലാം കുട്ടനാട് സമുദ്രതീരത്തിന് താഴെയുള്ള കുട്ടനാട് പ്രദേശത്ത് വളർന്നു വരുന്ന ടൂറിസവും ഇതെല്ലാം നമ്മുടെ ജില്ലയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്ന രൂപത്തിലേക്കുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതോടെ കായൽ ടൂറിസത്തിന് പേര് കേട്ട ആലപ്പുഴ ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ ശ്രദ്ധേയമായ ഇടമാകും. പ്രാദേശിക വികസനത്തിലൂടെ മത്സ്യബന്ധനത്തേക്കാൾ കൂടുതൽ വരുമാന മാർഗം മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കും. പ്ലെയിൻ ഇറക്കിയതുകൊണ്ട് മത്സ്യബന്ധനത്തെ ബാധിക്കുമെന്ന് ഒരു പഠന റിപ്പോർട്ടും ഇല്ലെന്നും നാസർ പറഞ്ഞു. മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്ക് നിലവിലുള്ള മത്സ്യം പിടിച്ചെടുക്കുന്നതിന് ഈ പദ്ധതി നടപ്പിലാക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല. പിന്നെ എന്തിനാണ് അതിനെ തടസ്സപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. മത്സ്യബന്ധനവും നടക്കണം, സീപ്ലെയിൻ പദ്ധതി നടക്കണം, ടൂറിസം പുരോഗമിക്കുകയും വേണം. ഇതാണ് CPMന്റെ അഭിപ്രായം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഫിഷർമാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPIക്കൊപ്പം ചേർന്ന് പദ്ധതിയെ എതിർത്ത CPM മത്സ്യത്തൊഴിലാളികളെ പദ്ധതിയെക്കുറിച്ച് സർക്കാർ അന്ന് ബോധ്യപ്പെടുത്താത്തതുകൊണ്ട് മാത്രമാണ് എതിർത്തതെന്ന് ഇന്ന് നിലപാട് മയപ്പെടുത്തുന്നു. അത്തരം ചർച്ചകൾ പൂർത്തീകരിച്ച് പദ്ധതി ആലപ്പുഴയിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് പാർട്ടി സെക്രട്ടറിയുടെ തന്നെ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഗൗതം അദാനിക്കെതിരെ അമേരിക്കൻ കോടതിയുടെ അറസ്റ്റ് വാറണ്ട്. കൈക്കൂലി കൊടുത്ത് സംഘടിപ്പിച്ച കരാറുകളുടെ പേരിൽ അദാനി ഗ്രൂപ്പ് അമേരിക്കക്കാരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചെന്ന കേസിലാണ് നടപടി. തട്ടിപ്പിനും വഞ്ചനയ്ക്കുമാണ് ഗൗതം അദാനിക്കെതിരെ അമേരിക്കൻ അറ്റോർണി ഓഫീസറിന്റെ കുറ്റപത്രം. അദാനിക്കൊപ്പം അനന്തിരവൻ സാഗർ അദാനി അടക്കം മറ്റ് 4 പേർക്കെതിരെ കൂടി ന്യൂയോർക്കിലെ കോടതി നടപടി തുടങ്ങിയിട്ടുണ്ട്. അദാനി ഗ്രീൻ, അഷുർ പവർ എന്നീ കമ്പനികളുടെ പേരിലാണ് കുറ്റകൃത്യം നടന്നത്. ഇന്ത്യയിലെ ഒരു പ്രമുഖ സോളാർ പവർ പ്ലാന്റ് വികസിപ്പിക്കുന്നതിനടക്കമുള്ള കരാറുകൾ ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തു സംഘടിപ്പിച്ചു എന്നതാണ് അമേരിക്കയിലെ കേസിന് ആധാരം. ഏകദേശം $265 മില്യൺ കൈക്കൂലി നൽകി. ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയ വിവരം മറച്ചുവെച്ച് അമേരിക്കക്കാരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു എന്നതാണ് അമേരിക്കൻ കോടതിയിൽ കേസ് വരാൻ കാരണം. വിദേശ നിക്ഷേപകരിൽ നിന്ന് $175 കോടി സ്വീകരിച്ചത്. ഇതുകൂടാതെ ഇന്ത്യയിലെ കരാറുകളെ ബലത്തിൽ അമേരിക്കയിലെ ഒരു കമ്പനിയുമായി അദാനി ഗ്രൂപ്പ് കരാറിലും ഏർപ്പെട്ടു. അദാനി കമ്പനികൾക്ക് കിട്ടിയ കരാറുകളെക്കുറിച്ച് ഉടൻ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അന്വേഷണത്തിന് സംയുക്ത പാർലമെന്ററി കാര്യസമിതി രൂപീകരിക്കണം. हम दोहराते जाएंगे, JPC की मांग हमारी है, बट हम चाहते हैं कि अदानी जी को एकदम अरेस्ट किया जाए. और हम जानते हैं और हम देश को दिखाना चाहते हैं कि अदानी जी की अरेस्ट नहीं होगी. और इसलिए नहीं होगी क्योंकि हिंदुस्तान के प्रधानमंत्री अदानी जी के पीछे खड़े हुए हैं और उनके प्रोटेक्टर हैं. ഗൗതം അദാനിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച വാർത്ത വന്നതോടെ അദാനി കമ്പനികളുടെ ഓഹരി വില കൂപ്പുകുത്തി. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ഇന്ന് നടത്താനിരുന്ന 600 കോടിയുടെ ബോണ്ട് വിൽപ്പന ഉപേക്ഷിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പറവൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ച കേസും ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന കുറ്റവും ഹൈക്കോടതി റദ്ദാക്കി. കരിങ്കൊടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കലോ അല്ല. ഏത് നിറത്തിലുള്ള കൊടി ഉപയോഗിച്ചുള്ള പ്രതിഷേധവും നിയമവിരുദ്ധമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എല്ലാ കാര്യത്തിനും കേസെടുത്താൽ കേസെടുക്കാനേ സമയം കാണൂ എന്നും കോടതി വിമർശിച്ചു.
ശബരിമല സുവർണാവസരം എന്ന പ്രസംഗത്തിൽ ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയ്ക്കെതിരായ കേസ് റദ്ദാക്കി. ഹൈക്കോടതിയാണ് കേസ് റദ്ദാക്കിയത്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ശ്രീധരൻപിള്ളയുടെ ഹർജിയിലാണ് ഉത്തരവ്. ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട വിവാദ പ്രസംഗത്തിലായിരുന്നു കേസ്. കോഴിക്കോട് കസബ പോലീസാണ് കേസെടുത്തിരുന്നത്. നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിച്ച് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട ചുറ്റിപ്പാറ നഴ്സിംഗ് കോളേജിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. ബാരിക്കേഡ് മറിച്ച് ക്യാമ്പസിനുള്ളിലേക്ക് പ്രവർത്തകർ ചാടിക്കയറി. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിൽ ദുരൂഹത ആവർത്തിച്ച സഹോദരൻ. അമ്മു ആത്മഹത്യ ചെയ്തില്ലെന്നും മരണത്തിൽ ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നുവെന്നും സഹോദരൻ പറഞ്ഞു. വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചല്ല തിരുവനന്തപുരത്തേക്ക് അമ്മുവിനെ കൊണ്ടുപോയതെന്നും ആശുപത്രിയിൽ കാലതാമസമുണ്ടായെന്നും സഹോദരൻ ആരോപിക്കുന്നു. ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്നും സഹോദരൻ പറഞ്ഞു. കരുത്തനായ വില്ലന് വിട. നടൻ മേഘനാഥന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മലയാള ചലച്ചിത്ര ലോകം. ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ ബാലങ്കി നായരുടെ സ്മൃതി കുടീരത്തിന് സമീപമാണ് മേഘനാഥന് അന്ത്യവിശ്രമം ഒരുക്കിയത്. ഷൊർണൂർ പരുത്തിപ്രയിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയ്ക്ക് വേണ്ടി അബു സലീം റീത്ത് സമർപ്പിച്ചു. സിനിമാ താരങ്ങളായ കോട്ടയം നസീർ, സ്ഫടികം ജോർജ്, സീമാജി നായർ, സിജു വിൽസൺ, രാജേഷ് ജബ്ബാർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. മുൻമന്ത്രി AK ബാലൻ, MLAമാരായ മുഹമ്മദ് മൊഹ്സിൻ, മമ്മിക്കുട്ടി, K പ്രേംകുമാർ എന്നിവരും വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മലയാള സിനിമാ വ്യവസായത്തെ നിയന്ത്രിക്കാൻ സിനിമാ പെരുമാറ്റച്ചട്ടം വേണമെന്ന് WCC ഹൈക്കോടതിയിൽ സർക്കാർ നിയമം നിർമ്മിക്കുന്നതുവരെ ഇടക്കാല ഉത്തരവിലൂടെ ചട്ടം ബാധകമാക്കണമെന്നും ആവശ്യമുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഇതിൽ വളരെ ഗൗരവത്തോടെയുള്ള ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണകളിലൊക്കെ കേസ് പരിഗണിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ WCC നിയമനിർമ്മാണത്തിന് മുൻപ് തന്നെയുള്ള ഇടപെടൽ ആവശ്യപ്പെടുമ്പോൾ കോടതി എടുക്കുന്ന നിലപാടെന്താണ്? WCC ഹൈക്കോടതിയിൽ ആവശ്യമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. കാരണം മലയാള സിനിമാ വ്യവസായത്തെ നിയന്ത്രിക്കാൻ സിനിമാ പെരുമാറ്റച്ചട്ടം വേണം. അതായത് താൽക്കാലികമായ ഒരു നിയമം നിർമ്മിക്കുന്നതുവരെ ഇടക്കാല ഉത്തരവിലൂടെ ചട്ടം ബാധകമാക്കണം. അത് സർക്കാർ നിയമനിർമ്മാണത്തിന്റെ ഇതിൽ തന്നെയാണ്, നീക്കത്തിൽ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. WCCയുമായി ബന്ധപ്പെട്ട് WCC കഴിഞ്ഞ സിറ്റിംഗിൽ ഒരു കരട് കരട് രേഖ നൽകിയിരുന്നു. ഇതും പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. ഡിസംബർ 31 മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണം സാധ്യമാക്കുന്ന തരത്തിലേക്ക് പോകണമെന്ന് തന്നെയാണ് കോടതി ആവശ്യപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ WCC മുന്നോട്ട് വെച്ചിട്ടുള്ള പെരുമാറ്റച്ചട്ടം മലയാളത്തിൽ സിനിമ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാനുള്ള നിർദ്ദേശങ്ങളുടെ ഒരു പരമ്പര തന്നെ WCC തയ്യാറാക്കുമെന്ന് തന്നെയാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതായത് എല്ലാവർക്കും തുല്യവും സുരക്ഷിതവുമായ ഒരു തൊഴിലിടമെന്ന നിലയിൽ മലയാള ചലച്ചിത്ര വ്യവസായത്തെ പുനർനിർമ്മിക്കുക എന്നതാണ് ആവശ്യം. അതാണ് ലക്ഷ്യം വരുന്നത്. സിനിമയുടെ വെള്ളിത്തിരയുടെ ഉള്ളിലും പുറത്തും മികവുറ്റതാക്കാൻ സഹായിക്കുന്ന തരത്തിൽ ഒരു നടപ്പിലാക്കേണ്ടുന്ന ഒരു ശരി. എന്തായാലും നിയമനിർമ്മാണത്തിന് മുമ്പ് തന്നെ കോടതിയുടെ ഇടപെടൽ തേടുകയാണ്. അതിൽ പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ WCC മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അവഗണനയ്ക്കെതിരെ പാർലമെന്റിന്റെ ഇരുസഭകളിലും യോജിച്ചു പോരാടാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത MPമാരുടെ യോഗത്തിൽ ധാരണ. അർഹമായ സഹായം വൈകുന്നതിനെതിരെ ഗൌരവമായ പ്രതിഷേധം അറിയിക്കാനായിരുന്നു യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ആഹ്വാനം. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറിയത് നവംബർ 13-നാണെന്നും ഇത് പറഞ്ഞതിനാണ് തനിക്കെതിരെ അനാവശ്യമായ പ്രതിഷേധം ഉയർന്നതെന്ന വിശദീകരണവുമായി മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും രംഗത്തെത്തി. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം.
കഴിഞ്ഞ 6 ദിവസങ്ങൾക്കുള്ളിൽ സന്നിധാനത്ത് ദർശനത്തിനെത്തിയത് 3.25 ലക്ഷത്തോളം പേരാണ്. ഇന്നലെ 63,000-ലേറെ പേർ ദർശനം നടത്തി. ഇന്ന് ഉച്ചവരെ 35,000 പേരാണ് ദർശനം നടത്തിയത്. വരുമാനത്തിൽ 5 കോടിയോളം രൂപയുടെ വർധനയുണ്ട്. സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി കാണാം. കിരൺ ബാബുജി. നിയമ പോരാട്ടം